നമസ്തേ. ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ്. കൊട്ടിയൂർ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഇതാണ് കൊട്ടിയൂർ ക്ഷേത്രം. വളരെ പുരാതനവും ആധുനികവുമായ ഒരു ക്ഷേത്രമാണ്. വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം. ഇതിന് ദക്ഷിണ കാശി എന്നും പറയാറുണ്ട്. ഇത് അമ്പലത്തിൻ്റെ താഴേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഇവിടെ അയിലർക്കാവ് കാണാൻ പറ്റും. ഇവിടെ പൂജകളൊക്കെ നടക്കുന്നത് ഉത്സവ സമയത്താണ്. ഇതൊരു വലിയ കാവാണ്. ഇവിടെയായിട്ട് ആൾക്കാർക്ക് പ്രവേശനമില്ല. അങ്ങനെ നമ്മൾ താഴോട്ട് വരുമ്പോൾ ഈ അമ്പലത്തെ ഇക്കരെ കൊട്ടിയൂരെന്നും നമ്മൾ നേരെ അക്കരെ കൊട്ടിയൂർ കാണാം. അതിൻ്റെ ആ കവാടമാണ് നമ്മൾ കാണുന്നത് നമ്മുടെ മുന്നിൽ. നമുക്ക് അങ്ങോട്ട് പോകാം. പക്ഷെ നമുക്ക് അക്കരെ കൊട്ടിയൂർക്ക് പ്രവേശനമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഉത്സവ സമയത്ത് മാത്രമേ അങ്ങോട്ട് പോകാൻ പാടുള്ളൂ. അവിടെ പ്രവേശനം അല്ലാത്ത സമയത്തില്ല. മെയ് ജൂൺ മാസങ്ങളിലാണ് അവിടെ പ്രവേശനമുള്ളത്. ഇങ്ങോട്ട് വരാനാണെങ്കിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തലശ്ശേരി സ്റ്റേഷനിൽ നിന്നും ഡയറക്റ്റ് ബസ്സുകളുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഇരിട്ടിയിൽ നിന്ന് ഏത് സമയത്തും അതേപോലെ തന്നെ നമ്മൾക്ക് കണ്ണൂർ എയർപോർട്ടിൽ നിന്നും വരാവുന്നതാണ്. എല്ലാവരും വന്ന് കാണേണ്ട ഒരു ക്ഷേത്രം തന്നെയാണിത്. ഇതാണ് അക്കരെ കൊട്ടിയൂർ. അക്കരെ കൊട്ടിയൂർ ഇപ്പോൾ പോകാൻ പാടില്ല, ഉത്സവ സമയത്ത് മാത്രം. ഇതാണ് ഉത്സവ സമയം. ഈ സമയത്ത് എല്ലാവർക്കും അവിടെ പ്രവേശനമുള്ളൂ. ഇതാണ് നമ്മുടെ ബാവലിപ്പുഴ. ഇവിടെ കുളിച്ചിട്ട് വേണം അക്കരെ കൊട്ടിയൂർ ഉത്സവത്തിന് നമ്മൾ പങ്കെടുക്കാൻ. ഇതാണ് ബാവലിപ്പുഴ. ഇപ്പം വെള്ളമൊന്നും ഇല്ലാതിരിക്കുകയാണ്, അതായത് പറ്റിക്കിടക്കുകയാണ്. നമ്മൾ ഉത്സവ സമയത്ത് ഇതിൽ വെള്ളമുണ്ട്. ഇതിൽ കുളിച്ചിട്ടാണ് ആൾക്കാർ അക്കരെ കൊട്ടിയൂരിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവരും വരണം, വന്ന് കാണുക. നന്ദി, നമസ്കാരം.